ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെ വയറ് കുറച്ച് ശരീരം ഭംഗിയാക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം നമ്മളെ വയറ് തന്നെയാണ്. ഇന്ന് മിക്കവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെ കുടവയറ് കളഞ്ഞെടുക്കാനാണ് എല്ലാവരും കിടന്ന് കഷ്ടപ്പെടുന്നത്. പിന്നെ ഈ വയറിനൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാം, നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫാറ്റ് വന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് വയറ് വലുതായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഫാറ്റ് വന്ന് അടിഞ്ഞും വലുതാവും, പിന്നെ മസിൽ ലൂസാകുമ്പോൾ വലുതാവും. ഫാറ്റ് വന്ന് അടിയാന്ന് പറഞ്ഞാൽ കണ്ടമാനം നമ്മൾ ചിലവർ ഭക്ഷണം കഴിച്ചാൽ ചിലവർക്ക് ഫാറ്റ് മുഴുവൻ വയറ്റത്ത് അടിയുക, ചിലവർക്ക് എന്ത് തന്നെ കഴിച്ചാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല, വയറ് ചാടുകയില്ല. ചിലവർ എന്ത് കുറച്ച് കഴിക്കുന്നതിന് ഫാറ്റ് വന്ന് അടിഞ്ഞ് വയറ് വലുതാകാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഈ കൊടുവയറ് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്, പല പല രോഗങ്ങളുണ്ടാക്കും. പിന്നെ നമുക്ക് ചിലയിടത്ത് നമുക്ക് കളിയാക്കൽ അനുഭവപ്പെടും. കളിയാക്കൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങളിപ്പോൾ എന്നെ തന്നെ ഒന്ന് സങ്കല്പിച്ച് നോക്ക്. എനിക്ക് ഇത്രയും വയറും കൊണ്ട് ഞാൻ ഒരു ചുരിദാറിട്ട് ബസ് കയറിയാൽ എനിക്ക് ആ സീറ്റ് കിട്ടിയില്ല, കണ്ടക്ടർ എന്താ ചെയ്യുക? ആരെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റി എന്നെ അവിടെ ഇരുത്തും. ശരിക്കും പറഞ്ഞാൽ കണ്ടക്ടർ എന്താ എന്നെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാനെന്താ നോക്കുക, ദൈവം പരിചയക്കാരും ഉണ്ടോ എന്നെ ഈ കണ്ടക്ടർ ഇരുന്ന കണ്ട അവർ എന്തായിരിക്കും വിചാരിക്കുക. അപ്പോൾ പരിചയക്കാരും ഉണ്ടെങ്കിൽ അവരെന്ത് ചിരിച്ചാൽ മതി. അപ്പോൾ എനിക്ക് എന്നെ കളിയാക്കായിട്ട് എനിക്ക് തോന്നും. പിന്നെ കണ്ടക്ടർ തെറ്റിദ്ധരിച്ച എൻ്റെ ജാള്യത വേറെ എനിക്കുണ്ടാവും. ഇതെല്ലാം ഞാൻ കളിയാക്കൽ കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ അതുമാത്രമല്ല, ഇന്ന് വരുന്ന മിക്ക ഡ്രസ്സും നമുക്ക് ധരിക്കണമെങ്കിൽ നമുക്ക് ഈ കുടവയറ് കാരണം നമുക്ക് മിക്ക ധരിച്ചാൽ ഭംഗി ഉണ്ടാവില്ല. പിന്നെ എന്നെപ്പോലുള്ളവർക്കും കുറച്ച് ആൾക്കാർ ഇപ്പോൾ സാരി ഉടുത്തവർക്ക് വയറ് ഒരു പരിധി വരെ മറച്ചു പിടിക്കാൻ പറ്റും. പക്ഷെ ഇന്ന് സാരി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ പ്രായമുള്ളവർ, എന്നെക്കാളും പ്രായമുള്ളവരും സാരി മാറി ചുരിദാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്ത് അവർ ഷർട്ട്, ടീഷർട്ട്, അങ്ങനെ പല പല ഡ്രസ്സിലേക്കും അവരും പോകുന്നു. ഇവിടെയെല്ലാം വില്ലനായി നിൽക്കുന്നത് നമ്മളെ കുടവയറ് തന്നെയാണ്. ഇവിടെയാണ് നമ്മളെ വയറിൻ്റെ എക്സസൈസിൻ്റെ പ്രസക്തി. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ എക്സസൈസ് ചെയ്തു തുടങ്ങിയത് എനിക്ക് ഷുഗർ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഷുഗർ വന്ന് എക്സസൈസ് ചെയ്ത് എൻ്റെ ഷുഗറിലൊന്ന് കൺട്രോളായി വന്നു. അപ്പോൾ എനിക്ക് പോയ എനർജിയെല്ലാം തിരിച്ചു കിട്ടി, മനസ്സും ശരീരമെല്ലാം പതുക്കെ പതുക്കെ എനർജിയിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഈ ഷുഗറിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ ഞാൻ ഈ വയറിൻ്റെ ഒന്നും ശ്രദ്ധിക്കലുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഷുഗർ ഒന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ മനസ്സിലുള്ള പിന്നെ അന്നത്തെ ചിന്ത. അപ്പോൾ ഷുഗറിലൊന്ന് കുറഞ്ഞുതരാണ് ഞാൻ എൻ്റെ ശരീരം ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോൾ എന്താ പറയേണ്ടത്, എൻ്റെ വയറ് കൈവിട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ വയറ് ഗ്രഹിണി വന്ന പിള്ളേരെ വയറ് പോലെയായി എൻ്റെ വയറ്. പിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് വയറ് കുറച്ചെടുക്കണമെന്നുള്ള ചിന്തയായി. അപ്പം പിന്നെ മോനോട് ചോദിച്ചപ്പോൾ മോൻ എനിക്ക് കുറച്ച് എക്സസൈസ് പറഞ്ഞു തന്നു. പക്ഷെ അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടഫായിട്ടാണ് തോന്നി. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സെല്ലാം കുറച്ച് ആൾക്കാർ വയറ് കുറയാൻ വേണ്ടി എക്സസൈസ് ചെയ്യുന്നുണ്ടായി. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെനിക്ക് കുറച്ച് എക്സസൈസ് കാണിച്ചു തരുമോ, ഇത് മോൻ കാണിച്ചാൽ എനിക്ക് ഭയങ്കര ടഫായിട്ടാണ് തോന്നുന്നു പറഞ്ഞു. അവരൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചെയ്യുന്ന എക്സസൈസ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ടപ്പോൾ ഭയങ്കര ഈസി. ഞാൻ പറഞ്ഞു, ഞാൻ വാമിങ് അപ്പ് എക്സസൈസ് ചെയ്യുന്ന പോലത്തെ എക്സസൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവരോട് ചെയ്താൽ നമ്മളെ വയറ് കുറയുമോ എന്ന് ചോദിച്ചു. അവരോരും കുറയുമെന്നാണ് പറയുന്നത്, നീ കുറച്ച് കാലം ചെയ്ത് നോക്ക്. പിന്നെ ഞാനും വിചാരിച്ചു, എന്തായാലും ഈ ടഫായി എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ ഇത് കുറച്ച് കാലം കൂട്ടി ചെയ്യണമെന്നല്ലേ ഉള്ളൂ. അപ്പം വയറ് കുറഞ്ഞ് ഇത് ചെയ്യുന്നതല്ലേ നല്ലത്. അങ്ങനെ ഞാൻ മാസങ്ങളോളം ഈ എക്സസൈസ് ചെയ്തു. അയ്യോ, ഒരു മാറ്റവും ഇല്ല. ആ വയറ് ആ പഴയ പടി തന്നെ. ഈ ഗ്രഹണി പിടിച്ച പിള്ളേരെ വയറ് പോലെ തന്നെ വയറ് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അന്ന് എനിക്ക് തോന്നി, ഒരു ഉഡായിപ്പ് എക്സസൈസ് കൊണ്ടും വയറ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റില്ല. നന്നായി കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മളെ വയറിനെ കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്, ഞങ്ങളെ പണ്ട് പഠിപ്പിച്ച രാഘവൻ മാഷ് പറഞ്ഞ കാര്യമാണ്. പക്ഷേ രാഘവൻ മാഷ് പറഞ്ഞ എക്സസൈസിന് പറ്റുന്നല്ല കേട്ടോ. മാഷ് എന്ന് പറഞ്ഞത് പത്രവായനെക്കുറിച്ചായിരുന്നു. ശരിക്ക് നമുക്ക് കുട്ടികൾക്കൊരു ബേസിക് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളെ ശരിയായ ഒരു രീതിയിൽ അംബിഷൻസ് കിട്ടൂ. നമുക്ക് ആ സമയത്ത് നമുക്ക് എന്തായി തീരണം എന്നുള്ള ആഗ്രഹമെല്ലാം മനസ്സിലേക്ക് വരിക. അങ്ങനെയുള്ള സമയത്ത് മാഷ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തായി തീരാനാണ് ആഗ്രഹം? അപ്പോൾ ഓരോ കുട്ടികളും ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞു. ചില കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടറാണോ, ചിലവർ നമുക്ക് ടീച്ചറാവണം, ചിലവർക്ക് എൻജിനീയർ ആവണം. അങ്ങനെ പലരും പല ആഗ്രഹങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ 1-2 കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് സിവിൽ സർവീസിന് പോകാനാണ് സാറേ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അത് നല്ല തീരുമാനമാണല്ലോ. പിന്നെ മാഷ് പറഞ്ഞു സിവിൽ സർവീസിന് പോകുന്ന കുട്ടികൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം,
നമുക്ക് ലോക പരിജ്ഞാനം നന്നായിട്ടുണ്ടായിരിക്കണം. പിന്നെ ജനറൽ നോളജ് അതും നന്നായിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇന്ന് ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഇവിടെയല്ലാന്ന് നിങ്ങളെ പത്രവായന എത്രത്തോളം ഉണ്ട് എന്ന് മാഷ് പറഞ്ഞത്. അപ്പം മാഷ് അഭിപ്രായത്തിൽ നമ്മുടെ പത്രവായന കുറച്ച് തുടങ്ങിയ കുട്ടികൾ ഒരു 5-6 മാസം കൊടുക്കും നല്ല രീതിയിൽ പത്രവായനക്ക് എത്താനും മാഷ് അഭിപ്രായം. അപ്പം മാഷ് ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചാൾ കൈവക്കിട്ട് പറഞ്ഞു, സാറേ ഞാനും വായിക്കലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞാൽ നിങ്ങളെ പത്രവായനെ പറ്റി നിങ്ങൾ എൻ്റെ അടുത്ത് പറയണ്ട, നിങ്ങളെന്താ നോക്കുക, സിനിമ പേര് നോക്കൂ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നുള്ള അതിൻ്റെ ഹെഡ്ലൈൻ നോക്കും. പിന്നെ ഇതല്ലേ നിങ്ങളെ പത്രവായന. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പത്രവായനയൊക്കെ എത്തണമെങ്കിൽ 6 മാസമൊന്നും പോരാ, ഒരു 6 വർഷം ഉണ്ടായാൽ തന്നെ നിങ്ങൾ ശരിയായ രീതിയിലേക്ക് പത്രവായന എത്തൂല എന്നും പറഞ്ഞ് മാഷ് ഞങ്ങളെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ വയറിൻ്റെ പറയുമ്പോൾ എനിക്ക് ഇതാണ് ഓർമ്മ വന്നത് സാറ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ നന്നായി കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മളെ വയറ് കുറയുള്ളൂ. നന്നായി വർക്കൗട്ട് ചെയ്യണം. ചിലവർ ഇങ്ങനെയെല്ലാം കാണിച്ചാൽ വയറ് കുറയുന്നെല്ലാം പറയും, അത് വെറുതെ പറയുന്നതാണ്. അങ്ങനെ കാണിച്ചാലും വയറ് കുറയില്ല, നന്നായി കഷ്ടപ്പെടണം. പിന്നെ നമ്മൾ ഈ വയറിൻ്റെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് 99% ആൾക്കാർ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് നമ്മൾ അപ്പർ ബോഡി പാർട്ട് പൊക്കി ചെയ്യുമ്പോൾ കാല് നിലത്തുനിന്ന് പൊങ്ങി വരിക എന്നുള്ളത്. അതിന് ചിലവരെന്ത് ചെയ്യൂ, ചിലവർ ഈ കട്ടിലിൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് കാല് കയറ്റി വെച്ച് ചെയ്യും. ചില ആൾക്കാർ അലമാരൻ്റെ അടിയിൽ കാല് കയറ്റി വെച്ച് ചെയ്യും. ഈ അലമാരൻ്റെ അടിയിൽ കാല് കയറ്റി വെച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അലമാര ഇങ്ങനെ കിടന്ന് അനങ്ങാൻ തുടങ്ങും. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം, ഞാൻ ഇങ്ങനെല്ലാം ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിത് പറയാൻ കാരണം. ഇതെല്ലാം പരീക്ഷണം ഞാൻ നടത്തിയൊക്കെ ആളാണ്. അപ്പോൾ ഈ അലമാര ഇങ്ങനെ അനങ്ങുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ ഇത് വയറ് കുറയാൻ വേണ്ടി ഞാൻ കാലിൻ്റെ അകത്ത് കയറ്റി വെച്ച് ചെയ്യുന്നു. ഇത് അലമാരം പറഞ്ഞാൽ എൻ്റെ തലയിൽ വീണ് തലപൊട്ട് തീർച്ചയായും എന്ത് ചെയ്യും, അപ്പോൾ അത് ഉപേക്ഷിക്കും. നമ്മൾ അപ്പം തന്നെ കാല് വേദന തുടങ്ങും, കാല് അവിടെ ഇവിടെ പൊട്ടാൻ തുടങ്ങും, കാല് വേദന വരും. പിന്നെ പോട്ടെ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ച് നമ്മളത് ആ എക്സസൈസ് തന്നെ ഉപേക്ഷിക്കുക ചെയ്യാം. ഇങ്ങനെയാണ് മിക്കവർക്കും പറ്റുന്നത്. പക്ഷേ ഇന്ന് അതിനെല്ലാം ഉള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കാല് പൊങ്ങിപ്പോകാതെ നിലത്ത് തന്നെ തറയിൽ തന്നെ കാല് പിടിച്ച് നിർത്തുന്നൊരു എക്യുപ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് സക്ഷൻ സിറ്റപ്പ് ബാർ. അപ്പോൾ അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. കത്തി എങ്ങനെയാ നോക്ക്, എനിക്കൊരു ആകാംക്ഷ ഉണ്ട് എന്താണ്. ഓ, ഇതിൻ്റെ അകത്ത് വേറൊരു പാക്കറ്റും കൂടി ഉണ്ട് കേട്ടോ. ഓ, ഇത് ഞാൻ കിട്ടുന്നതിലെല്ലാം ഭയങ്കര പാട്. നിങ്ങ നോക്കട്ടെ. ഓ, കിട്ടി. അപ്പം ഇതിൻ്റെ അകത്ത് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. നോക്കട്ടെ. ഇതാണ്. അപ്പോൾ 2 പീസ് ഉണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇതെങ്ങനെയാണ്? ഓ, ഇതിനിടെ 3-4 ഹോളുണ്ട്. അപ്പോൾ നമ്മൾ കാലിൻ്റെ വിധത്തിൽ കാലിന് വെക്കാൻ പാകത്തിനായിരിക്കും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പം ഞാൻ ഇതിങ്ങോട്ട് ഇങ്ങനെ താത്തൊന്നും വേണ്ട. ഇതിൻ്റെ ഹോള് വേണ്ട, അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക്. ഓ, ഇത് ഭയങ്കര പാടാണ് ഇങ്ങനെ അമർത്താൻ. ഞാനൊരു കാര്യം ചെയ്യാം, താഴെ വെച്ചൊന്ന് അമർത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. താഴെ എനിക്കിങ്ങനെ അമർത്താൻ പറ്റുന്നില്ല ഇങ്ങോട്ടേക്ക്. ഇത് ഞാൻ താഴെ വെച്ചാണ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടുള്ളത്. ഇതിപ്പം കയറ്റിയപ്പോൾ ഇതാണ് ഇതിൻ്റെ രൂപം. ഇതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ 3 ഹോള് കണ്ടില്ലേ നിങ്ങൾ, ഞാൻ ഏറ്റവും താഴത്തെ ഹോളിലാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് എനിക്ക് സൗകര്യം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഇവിടെ ഇങ്ങനെ അമർത്തിപ്പിടിച്ച് മേലോട്ടേക്ക് വലിക്കുക. എങ്ങനെയാണോന്ന് വെച്ചാൽ അതുപോലെ വെക്കാം. ഇതിപ്പോൾ എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടൈൽസ് ഇട്ട നിലോ അല്ലെങ്കിൽ നല്ല മിനുസുള്ള സ്ഥലമോ ഇരിക്കണം. അവിടെ തുടച്ച് പൊടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് വെക്കേണ്ടത്. ഇതിപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ചതാണ്. അടിഭാഗം കണ്ട ഇങ്ങനെയാണ് അടിഭാഗം ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ഒന്നിങ്ങനെ അമർത്തി പിടിച്ച് ഈ ലിവർ ഒന്ന് താഴത്തേക്ക് ഇങ്ങനെ ആക്കുക. അതാ പോരുന്നില്ല കണ്ട. അപ്പോൾ 200 കിലോ വരെ താങ്ങുന്നതാണ് പറയുന്നത്. ഇതിൽ വയറിൻ്റെ എക്സസൈസ് മാത്രമല്ല, നമുക്ക് പല എക്സസൈസും ഇതിൽ ചെയ്യാം.
അതായത് നമ്മളെ വിങ്സ്, ഷോൾഡർ, ബാക്ക് മസിൽസ് ഇതിനെല്ലാം വേണ്ടി നമ്മൾ താഴെ ഇങ്ങനെ വെയിറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാറില്ലേ എക്സസൈസ്. അതുപോലെ നമ്മൾ ഈ റെസിസ്റ്റൻസ് ബാൻഡ് ഇതിൽ കൊളത്തിയിട്ടിട്ട് അത് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം. അതുമാത്രമല്ല പല എക്സസൈസുകളും ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അധികം പല പല വീഡിയോകൾസായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ.